ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ 2 ട്രേഡാണ് കിട്ടിയത്. ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു, ഒന്ന് നിഫ്റ്റിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഡയറക്റ്റ് എസ്എല്ലാണ്. നിഫ്റ്റിയിൽ പക്ഷേ ട്രേഡ് എടുത്തവർക്ക് പലർക്കും പ്രോഫിറ്റിൽ തന്നെയാവും നിൽക്കണ്ടാവുക. അതൊക്കെ ഞാൻ വരാം കേട്ടോ. ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിലത്തെ ആ 2 ട്രേഡ് അല്ലാണ്ട് വേറെയും കുറേ ട്രേഡുകൾ നമുക്ക് പേഴ്സണൽ ഗ്രൂപ്പിൽ കുറേ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് അനലൈസിസ് നോക്കി നോക്കാം. 21 ഡേറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട്. ഞങ്ങൾ നോക്കുക, ഇന്നും അപ് ട്രെൻഡ് തന്നെയാണ്. കറക്റ്റ് 23,409 ഒരു റെസിസ്റ്റൻസാണ് നിഫ്റ്റി കാണിച്ചുകൊണ്ട് കിടന്നത്. അതൊന്നും പ്രശ്നമില്ല. സംഭവം സി സൈഡ് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ട് കിടന്നത് നിഫ്റ്റി. നമ്മളിത് 3 ദിവസം മുമ്പേ പറഞ്ഞതാണ് നിഫ്റ്റി റിവേഴ്സൽ ആവാൻ തുടങ്ങുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് 4 ദിവസമായിട്ട് സി സൈഡ് തന്നെയാണ് നിഫ്റ്റി കാണിച്ചുകൊണ്ട് കിടന്നത്. ഇന്നും 159 പ്ലസ്സിൽ തന്നെയാണ് ക്ലോസ് ആക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. 530 പ്ലസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റി. കറക്റ്റ് 50,638 എന്ന് പറഞ്ഞ റേഷൻസ് തട്ടിയിട്ട് നിൽക്കണത്. പി കൺഫേം ആവണമെങ്കിൽ നല്ല ബ്രേക്കിങ്ങുകൾ സപ്പോർട്ടിലേക്ക് നടക്കണം, എന്നാലാണ് പി കൺഫേം ആവുള്ളൂ. അതുവരെ സി തന്നെയാണ് മാർക്കറ്റ് കേട്ടോ. ടോട്ടൽ നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകൾ ഇതൊക്കെയാണ്. ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് ട്രേഡുകളുണ്ടായിരുന്നു. ഒരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,150 പി ആണ്. ഈ ട്രേഡ് നമുക്കൊരു കോസ്റ്റ് ആണ് കേട്ടോ. ഒന്നും എല്ലാവർക്കും പോവില്ല. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പോകണ്ടായിരുന്നു. 10 ക്യാൻഡിൽ നോക്കാൻ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവണത് ഇവിടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, പിന്നെ ട്രേഡ് എടുക്കണം. ബേസിക്കലി ഈ ട്രേഡ് നല്ല രീതിക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ലെവലിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കണ്ടീഷൻ പറയാറ്, ട്രേഡ് ആക്ടിവേറ്റ് ആയ ശേഷം 10 ക്യാൻഡിലുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിക്ക് കിട്ടണം. അല്ലെങ്കിൽ ആ ട്രേഡ് ഇഗ്നോർ ചെയ്യാം. നമുക്ക് മിനിമം പ്രോഫിറ്റും തന്നെ ഇല്ല, എസ് എൽ അടിക്കണില്ല. അങ്ങനത്തെ ലെവലിലാണെങ്കിൽ കോസ്റ്റ് 10 ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിച്ച് മാറുക ആ ട്രേഡ് നോക്കി. അങ്ങനെ ചെയ്യാനാണ് ഈ ട്രേഡ് പറഞ്ഞത് കേട്ടോ. ഇത് ബാങ്ക് നിഫ്റ്റി പി ആയിരുന്നു. ഇത് നമുക്ക് കിട്ടിയുള്ള ട്രേഡാണ്. ഇത് പക്ഷേ ഡയറക്റ്റ് എസ് എല്ലാണ്. നമുക്ക് കാണാം, അതായത് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ആ ഡോജി ക്യാനിലാണ് റിജക്ഷൻ ക്യാനിൽ. അവിടെ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി ലിമിറ്റ് തന്നെ കിട്ടും. അടുത്ത മിനിറ്റ് ക്യാനിൽ ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സംഭവം ഡയറക്റ്റ് എസ് എൽ തന്നെയാണ്. പിന്നെ നമുക്കൊരു ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് 23,300 സീലാണ്. ഇത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ നല്ല രീതിക്ക് ക്ഷമ വേണം. ഈ ട്രേഡ് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല രീതിക്ക് ക്ഷമ വേണം, എന്നാലാണ് നമുക്കൊരു ഫുൾ ടാർഗറ്റ് എന്നുള്ള രീതിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ട്രേഡ് വൺ വേയിൽ തന്നെ 40 പോയിൻറ്റ് മുകളിൽ മൂവ് ചെയ്തിട്ടുള്ള ട്രേഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫുൾ ടാർഗറ്റിക്ക് വേണ്ടിയാണ് നല്ല ടൈം എടുത്തത്. ഇത് കണ്ടില്ലേ, 40 പോയിൻറ്റ് മൂവ്മെൻറ്റ് വൺ വേയിൽ തന്നെ വന്നിട്ടുള്ള ട്രേഡാണ്. പിന്നെ ഫുൾ ടാർഗറ്റിക്ക് കയറാൻ ടൈം എടുത്തു. അത് 50 പോയിൻറ്റ് കിട്ടാൻ ടൈം എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഈ സെയിം ട്രേഡ് നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യണ നേരത്തെ എടുക്കണമെങ്കിൽ ക്യാൻഡിൽസ് കുറച്ച് അടിയിലേക്ക് വന്നിട്ട് തിരിച്ച് കയറണം. ഇത് കണ്ടില്ലേ, ഒരു 5-6 ക്യാൻഡിൽ അടിയിലേക്ക് വന്ന് തിരിച്ച് കയറി സെലബ്രേഷൻ കിട്ടി. പിന്നെയും ട്രേഡ് എടുക്കാം. അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയാലാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷനാണ് ക്രിയേറ്റ് ആയിക്കുന്നത്. അവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിക്ക് 148 198 വരെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. ചാർട്ടൊക്കെ നന്നായിട്ട് നോക്കിയിരിക്കണവർക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ട്രേഡ് 50-100 സി ആണ്. ഈ ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തിരി അടിയിൽ നിന്ന് കണ്ട ട്രേഡാണ്. ലിമിറ്റിൽ തന്നെ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത്തിരി അടിയിലേക്ക് പോയിട്ടുള്ള ട്രേഡാണ്. നിങ്ങൾക്ക് അടിയിൽ നിന്ന് തന്നെ പഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു 30 പോയിൻറ്റ് സ്വൈപ്പ് നടന്നിട്ടുണ്ട്. ഇല്ലയെന്നൊന്നും പറയണില്ലേ. പക്ഷേ ഇത്തിരി അടിയിൽ നിന്നൊക്കെ എടുക്കണവർക്ക് പ്രശ്നമില്ല. ക്യാൻഡിൽസ് അടിയിൽ നിന്നൊക്കെ ഇപ്പം ചെയ്യുന്നവർക്ക് ഈ എസ് എൽ പോവില്ല, മനസ്സിലായാലും. എന്തായാലും നമ്മൾ സംസാരിക്കണമെന്നില്ല. അത് നമ്മളൊരു മിനിമം പ്രോഫിറ്റിൻ്റെ കാര്യം പറയണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 10 ക്യാൻഡിൽ എണ്ണിയാലും മതി. 10 ക്യാൻഡിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് പോകുന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് വെച്ചാലും മതി. അങ്ങനെ നോക്കിയാലും പ്രശ്നമില്ല. 10 ക്യാൻഡിലിൻ്റെ തീരെ നിങ്ങൾ മറക്കണ്ട. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കുക. പിന്നെ ഈ ട്രേഡിൽ ഒരു റീ എൻട്രി 10 ക്യാൻഡിൽ നമ്മൾ ഒരു കോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ റീ എൻട്രി ആണ് കേട്ടോ. റീ എൻട്രി ആകുമ്പോൾ ഇത് ഈസി ടാർഗറ്റാണ്. അതൊന്നും ഞാൻ പറയണമെന്നില്ല. അതൊന്നും ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതേ സ്ട്രൈക്കിൽ തന്നെ മുകളിലൊരു എൻട്രി 592 എൻട്രി കിട്ടി. അതൊരു മിനിമം പ്രോഫിറ്റാണ്. ഒരു 20 പോയിൻറ്റിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഈ ട്രേഡ് അടിയിൽ നിന്ന് തന്നെ എടുക്കാനാണ് പറഞ്ഞത്. എക്സ്ട്രാ സൈഡിൽ നിന്ന് തന്നെ എടുക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. അതുകൊണ്ട് ഇത് 20 പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രേഡ്. നമുക്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല 10 പോയിൻറ്റ് എസ് എൽ അടിച്ചു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷേ അത് ആക്ച്വലി അത് എസ് എൽ ഒന്നും ആർക്കും പോവില്ല. നമുക്ക് ഇത് ഒരു 50 പോയിൻറ്റ് എടുത്ത ആൾക്കാർ വരെ ഉണ്ടെന്ന് ഈ ട്രേഡ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ 21 ഫസ്റ്റ് മിനിറ്റിൽ ക്യാൻഡിൽ ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടുന്ന ക്യാൻഡിൽ ഇതാണ്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി ക്യാൻഡിൽ. പിന്നെ നിങ്ങൾ നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിലേക്ക് വന്നു. അടിയിലേക്ക് വന്ന വഴിക്ക് നിങ്ങൾ അടിയിൽ നിന്ന് ഓർഡർ പഞ്ച് ചെയ്യുക, മനസ്സിലായത്. ഇത് ഞാനിവിടെ ലിമിറ്റിൽ നിന്ന് ഈ ലോങ് പൊസിഷൻ വെച്ച കാരണം കൊണ്ടാണ് എസ് എൽ പോയെന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്നാണ് പഞ്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിയിലേക്ക് നല്ല രീതിക്ക് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അടിയിൽ നിന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡ് എല്ലാവർക്കും ഫുൾ ടാർഗറ്റ് വേണ്ട ട്രേഡാണ്.
അത് നിങ്ങളൊക്കെ അങ്ങനെ പഞ്ച് ചെയ്ത് അങ്ങനെ പഠിച്ച് വരിക. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ. ഇതോടെ ട്രേഡ് ഞാൻ പിന്നെയും പറയാം, ട്രേഡ് ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ ഓർഡർ പഞ്ച് ചെയ്ത് വരുമ്പോൾ ഇത്തിരി അടിയിൽ നിന്ന് പഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ ട്രാപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. സ്റ്റിപ്പ് പോലെ എടുത്താൽ മതി. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക. പക്ഷേ ഈ ട്രേഡ് നമുക്ക് LSSL പോയിട്ടുണ്ടാവില്ല എന്നും പറയണില്ല. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷൻ അല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറയാനില്ല ഈ കാര്യത്തിൽ. പക്ഷേ ഇതിൽ 50 പോയിൻ്റ് എടുത്ത ആൾക്കാരുണ്ട്. ഞാൻ പിന്നെയും പറയാം, 50 പോയിൻ്റ് കിട്ടിയ ആൾക്കാരുണ്ട്. പിന്നെ ഒരു നല്ല മൂവ്മെൻറ്റ് തന്നെയായിരുന്നു മുളയ്ക്ക്. പിന്നെ നമുക്കുണ്ടായിരുന്നു 164.95 ഈ 164.95 ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് ബുള്ളിഷായിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ സെല്ലേഴ്സ് റേഷൻ കിട്ടി 5 മിനിറ്റിൽ എൻ്റെ അടിയിലേക്ക് വരണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സിനാരിയോ നടന്നിട്ടില്ലേ? എന്തോരം കഴിഞ്ഞിട്ട് അടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പിന്നെ ഓർഡർ എടുക്കുമ്പോൾ ഇത് സെല്ലടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ഓർഡർ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ പറയാതെ കൂട്ടത്തിൽ ഇതിപ്പോൾ നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഗ്രൂപ്പിൽ പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല ആ ഗ്രൂപ്പിൽ ഇതുവരെ കൊണ്ടുനടന്നേക്കണത്. അതായത് നമുക്കൊരു ബയേഴ്സ് ലോസിങ് കൂടെ കിട്ടി, സെല്ലേഴ്സ് റേഷൻ എവിടെയും കിട്ടി. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 164 നമുക്ക് സെല്ലേഴ്സ് റേഷൻ കിട്ടിയത് 179. അപ്പോൾ വ്യത്യാസം നല്ലൊരു രീതിക്ക് പോയിൻറ്റ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ 5 ക്യാൻഡലിൻ്റെ അടിയിലേക്ക് ലിമിറ്റിൽ വന്നാലോ അല്ലെങ്കിൽ ഒരു 2 പോയിൻറ്റ് 3 പോയിൻറ്റ് ഗ്യാപ്പിലേക്ക് വന്നാലോ ആണ് ഈ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കുക എത്ര ക്യാൻഡിൽ കഴിഞ്ഞാണ് ലിമിറ്റിലേക്ക് വന്നതാണ് നോക്കുക. അപ്പോൾ ഈ ട്രേഡിന് അത്രയും ഭയങ്കര പ്രോബിലിറ്റി കുറവുണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാനേ പറ്റുള്ളൂ. മാർക്കറ്റ് നടക്കുന്ന സമയത്ത് അതൊന്നും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. അപ്പോൾ ലിമിറ്റിൽ വന്നു കഴിഞ്ഞാൽ മേടിക്കേണ്ട. ഇത്തിരി അടിയിലേക്ക് പോയിട്ട് തിരിച്ച് കയറുമ്പോൾ പ്രൈസ് ആക്ഷൻ ടൈപ്പ് എൻട്രി ആണ് ഇതിൽ പ്ലാനിങ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അവിടെ എത്തി ലിമിറ്റിലെത്തി അവിടെ നിന്ന് അല്ലാതെ എടുത്തിട്ട് എല്ലാ ഓർഡറിലും എടുത്തിട്ട് അവർ പോവുക ചെയ്തത്. അപ്പോൾ അതാണ് ഈ മൂവ്മെൻറ്റ് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ ട്രേഡിലും കാണുന്ന എല്ലാ പ്രൈസിലും ഓടിച്ചാടി പോയിട്ട് കാര്യമില്ല. എല്ലാ വസ്തുവും ഇങ്ങനെ സംഭവിക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അതായത് നമുക്കൊരു 95% ഉറപ്പുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ട്രേഡ് 23,400 ആണ് കേട്ടോ. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിലും ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ഞാൻ പറഞ്ഞ പ്രൈസ് 133, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി 144, 11 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ക്യാൻഡിൽ ലിമിറ്റിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു 2-3 രൂപ മുകളിൽ വരണം. അങ്ങനെയാണ് ഈ ട്രേഡ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അഗെയിൻ ഈ ട്രേഡും കിട്ടിയിട്ടില്ലേ പറയുകയാണെങ്കിൽ അതാണ്. ഇത് ലിമിറ്റിൽ ഒന്ന് പോകുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി ട്രേഡാണ്. 133 157 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്കൊന്ന് കിട്ടിയേക്കണത്. വലിയ മോശമില്ലാത്ത ട്രേഡിൻ്റെ തന്നെയായിരുന്നു. നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാനും പറഞ്ഞ ട്രേഡിങ്ങിൻ്റെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു തിയറിയും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. എൻ്റെ ഒപ്പം ട്രേഡിങ്ങുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു സെറ്റപ്പും ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇനി തിങ്കളാഴ്ചയാണ് ട്രേഡിംഗ് സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച കാണാം. ഓക്കെ ബൈ.